വെരി പ്രൗഡ്. ക്യാൻസൽ പോയപ്പോഴും ഇവർക്ക് കിട്ടിയൊരു റിസെപ്ഷൻ എന്നത് ചെറിയൊരു കാര്യമല്ല, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം ഈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. യു കെ നോട്ട് തിങ്ക് ഓഫ് എ പ്ലാറ്റ്ഫോം ലൈക്ക് ദാറ്റ്. ഇത്രയും അപ്പം ഐ എം വെരി പ്രൗഡ് ഓഫ് ദം. ഈ ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഐ വാസ് വെരി പ്രൗഡ് വെൻ സൂക്ഷ്മദർശിനി ആൻഡ് ഹലോ മമ്മി റിലീസ് ടുഗെദർ. ആൻഡ് രണ്ടും ഭയങ്കര അടിപൊളിയായിട്ട് തിയേറ്ററിൽ വന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പം ഐ തിങ്ക് എന്താ പറയുക, എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല, കിട്ടാണ്ട് വരുമ്പോഴായിരിക്കും ജനങ്ങൾ പറയും കിട്ടാത്ത എന്തിരി പൊളിക്കുന്ന പറഞ്ഞാൽ കിട്ടാണ്ട് വരുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഈ കിഷ്കിന്ദ കണ്ട് ഇറങ്ങിയതിന് ശേഷം നല്ല രീതിയിലുള്ള ഒരു റിസപ്ഷനാണ് ആ മൂവിക്ക് കിട്ടിയിരിക്കുന്നത്. വൺസ് ഇൻ എ ഡെക്കേഡ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അപർണയ്ക്ക് അതിനുശേഷമുള്ള ഓഡിയൻസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു റിസപ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതേപോലെ രുധിരം നമുക്ക് അത്തരത്തിലുള്ള ഒരു വൺസ് ഇൻ എ ഡെക്കേഡ് എന്ന് പറയാൻ എന്തൊക്കെ രീതിയിലുള്ള ഒരു പടം പ്രതീക്ഷിക്കാമോ? കിഷ്കിന്ദ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഫിലിമാണ് അത് ആലോചിക്കുമ്പോൾ. ബിക്കോസ് ടു ബി എ പാർട്ട് ഓഫ് എ ഫിലിം ലൈക്ക് ദാറ്റ് എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ല. രുദ്രവും ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ മ്യൂസിക് തൊട്ട് ഓരോ കാര്യങ്ങളും ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. അപ്പം ആസ് എൻ ആക്ടർ ഐ എം വെരി പ്രൗഡ് ദറ്റ് ഐ എം പാർട്ട് ഓഫ് ഓൾ ദീസ് ഫിലിംസ്. കിഷ്കിന്ദാകാണ്ടാണെങ്കിലും രുദ്രമാണെങ്കിലും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് ഈ രണ്ട് സിനിമയുടെ ഭാഗമാകുന്നത്.